ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ചാമ്പങ്ങ ഇപ്പം നമുക്കറിയാം ചാമ്പങ്ങ സീസണാണ് അല്ലേ. ചാമ്പങ്ങ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ കാണുകയില്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ളവർക്ക്. ഈ 80-90 കിഡ്സുകൾക്ക് എന്തായാലും ചാമ്പങ്ങ വളരെ പ്രിയപ്പെട്ടതായിരിക്കും. കാരണം എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് ചാമ്പങ്ങ പറിക്കുക, അത് ഉപ്പും മുളകും കൂട്ടി തിന്നുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു 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 എന്താ പറയുക, അതിനുവേണ്ടി തന്നെ ഇങ്ങനെ സമയം മാറ്റി വെക്കുമായിരുന്നു. അങ്ങനൊരു കാലം അല്ലേ. പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ചാമ്പങ്ങയ്ക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഞാൻ തന്നെ കണ്ടു പല സ്ഥലങ്ങളിലും ചാമ്പങ്ങ ഇങ്ങനെ ആർക്കും വേണ്ടാതെ വെറുതെ ഇങ്ങനെ പൊഴിഞ്ഞ് വീണു പോകുന്നതായിട്ട്. ഈ ചാമ്പങ്ങ ഉണ്ടല്ലോ, ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാരണം ഇതിൽ ധാരാളം വിറ്റാമിൻ സിയും ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും നമുക്കത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് കിട്ടുമ്പോഴൊക്കെ എല്ലാവരും കഴിക്കണം കേട്ടോ. കാരണം ഓരോ ഫ്രൂട്ടും ഓരോ ഉണ്ടാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സീസണിൽ നമ്മൾ ആ ഫ്രൂട്ട് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഈ ചാമ്പങ്ങയുടെ ഒറിജിൻ എവിടെയാണെന്നറിയാമോ? ഈ ചാമ്പങ്ങയുടെ ഒറിജിൻ എന്ന് പറയുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ്. അതായത് നമ്മുടെ മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ് എന്നൊക്കെ പറയില്ല, അവിടെ നിന്നാണ് പിന്നെ നമ്മുടെ കേരളത്തിലോട്ടൊക്കെ വ്യാപിച്ചെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ചാമ്പമരമുണ്ട് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് ചാമ്പങ്ങ കായ്ക്കുന്നുണ്ട്. ഇത് കായ്ക്കുന്നല്ലാണ്ട് ഈ ചാമ്പങ്ങയ്ക്ക് വേണ്ടത്ര നിറവും ഇല്ല. അതുപോലെ തന്നെ അതിന് കുറച്ചും പുഴുവായിരിക്കും കേട്ടോ. ഈ ഒരു വർഷമാണ് അതിന് നല്ല നിറം വന്നു, പുഴുവില്ല. പക്ഷെ എന്തില്ല, മധുരമില്ല മീൻസ് അങ്ങനെ നല്ലൊരു മധുരം എന്ന് പറയാനില്ല. പക്ഷെ നമുക്ക് ഉപ്പും മുളകും കൂട്ടി കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഈ മലയാളികളുണ്ടല്ലോ, എല്ലാ ഫ്രൂട്ട് വെച്ച് നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ഈ ചാമ്പങ്ങ വെച്ച് ഇങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒന്നെനിക്കറിയുന്നത് നമ്മുടെ ചാമ്പങ്ങ വൈന്, പിന്നെ വേണമെങ്കിൽ ചാമ്പങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് അങ്ങനെ കഴിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ ചാമ്പങ്ങയെ പറ്റി ഉണ്ടാക്കാൻ പറ്റിയത് എനിക്കത്ര അറിയുള്ളൂ കേട്ടോ, ഇത്ര ഐഡിയ ഉള്ളൂ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ചാമ്പങ്ങ വെച്ച് മറ്റെന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.